നമസ്കാരം. ഞാൻ എരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് ഞാൻ ഒരു പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് കരുതി ഒരു പാട്ടെടുത്തു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അതിനൊന്നും ഒരു ഉത്സാഹം തോന്നിയില്ല. കാരണം അതെന്താണെന്ന് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കത് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞു. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയ ഗായകന്മാരിൽ ഒരാളായിരുന്ന ശ്രീ പി ജയചന്ദ്രൻ്റെ വിയോഗമാണ് അതിന് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന, അതായത് ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ അന്ന് ഒരു റെക്കോർഡ് പ്ലെയർ ഉണ്ടായിരുന്നു. ഈ റെക്കോർഡ് പ്ലെയറിൽ യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ബ്രഹ്മാനന്ദൻ്റെയും ഒക്കെ പാട്ടുകൾ ഈ റെക്കോർഡ് പ്ലെയറിൽ ഇടുമായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആ കാലം മുതൽ തന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്ന 2-3 ശബ്ദങ്ങളാണ് യേശുദാസിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ ജയചന്ദ്രൻ്റെ, ബ്രഹ്മാനന്ദൻ്റെ ഒക്കെ ശബ്ദം. ഞാൻ കൂടുതലും അവരുടെ പാട്ടുകളൊക്കെയാണ് സാധാരണ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോഴും ചെയ്യാറുള്ളത്. ബ്രഹ്മാനന്ദൻ നേരത്തെ തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ ഭാവഗായകനായ ജയചന്ദ്രനും പോയി. എത്രയോ നല്ല പാട്ടുകളാണ് അവർ നമുക്ക് വേണ്ടി പാടിത്തന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വല്ലാത്ത മനസ്സിന് ഒരു വല്ലാത്ത ഒരു വിങ്ങൽ, ഒരു വേദന, അവരുടെ ആ വേർപാട്, അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ഹൃദയത്തിൽ ഒരുപാട് വേദന ഉളവാക്കും. നിങ്ങളുടെ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവരെ, അല്ലെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാട്ട് ചെയ്യാം. ആദ്യം എടുത്തു വെച്ച പാട്ട് മാറ്റിയിട്ട് ഞാൻ വേറൊരു പാട്ട് എടുത്തു വെച്ചു. കാരണം അപ്പം എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ കേട്ട, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സാണോ അത്ര ആ സമയത്തൊക്കെ കേട്ട പാട്ടാണ് ഇത്. ആലിബാബയും 41 കള്ളന്മാരും എന്ന സിനിമയിൽ റംസാനിലെ ചന്ദ്രികയോ എന്നുള്ള പാട്ട്. കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒരു ഗാനമാണ് ഈ റംസാനിലെ ചന്ദ്രികയോ. അദ്ദേഹം വളരെ നന്നായി പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ നമ്മളോട് ഇവിടെ പറഞ്ഞു പോകും എന്ന് ഒരിക്കലും കരുതിയില്ല. ഈ അടുത്ത സമയത്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ വളരെ ആരോഗ്യവാന, പ്രായമായി എന്നുള്ളത് സത്യം തന്നെയാണെങ്കിലും വളരെ ചുറുചുറുക്കോടെയൊക്കെയാണ് അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ആധികാരികമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. രംഗം ഏതൊന്നും നോക്കാതെ വരുന്ന ഒരു വിദൂഷകനാണ് മരണമെന്ന് പറയുന്നത്. അത് അതിന് രംഗബോധമല്ല. അത് നമ്മളുടെ ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കും മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ, യേശുദാസിൻ്റെ ആയാലും ജയചന്ദ്രൻ്റെ ആയാലും ബ്രഹ്മാനന്ദൻ്റെയൊക്കെ ആയാലും ഈ ശബ്ദങ്ങൾ ഓരോരുത്തരായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് ഒരുപാട് സങ്കടമുണ്ട് അതിൽ, ഒരുപാട് വിഷമമുണ്ട് അതിൽ. അപ്പോൾ ഈ മരണമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ രംഗം ഏതൊന്നും നോക്കാതെ കടന്നു വരുന്ന ഒരു കോമാളി ആണ് മരണം. അതിന് നമ്മൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു, അല്ല ഇത് കഴിയട്ടെ എന്നുള്ളതില്ല, വരിക കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യം. അതാണ്. അത് ആ ലക്ഷ്യത്തിലെത്തി അത് സാധിച്ച് മടങ്ങി പോകും. നാളെ നമ്മളും ഓരോരുത്തരും ഇങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് ഈ ലോകം വിട്ട് പോകുമെന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. എന്നാൽ ഇനിയും
ഓർക്കുമ്പോൾ ഇനി ഒരിക്കലും ജയചന്ദ്രൻ എന്ന ഗായകൻ നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ശബ്ദം ഇവിടെ ഉണ്ടാവും. സംഗീതമുള്ള കാലത്തോളം, ലോകമുള്ള കാലത്തോളം, മലയാളികളുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം എന്നും അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ഇത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പാടി മനോഹരമാക്കിയ ആ ഗാനത്തിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാനിടുന്നത്. നിങ്ങളത് ശ്രദ്ധാപൂർവം പഠിക്കുക, പാടുക. റംസാനിലെ ചന്ദ്രികയോ എന്ന ഗാനത്തിൻ്റെ ആ പാട്ടിന് നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകാം. നമസ്തേ. ഇബ്രാഹിം നസീറും ജയഭാരതിയും ഒക്കെയായിരുന്നു ഇതിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ രചന ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഇപ്പം നമുക്ക് ഈ പാട്ടിൻ്റെ പല്ലവി ഈ ക്ലാസ്സിൽ നോക്കാം. ഇത് പാടിയത് പി ജയചന്ദ്രനാണ്. റംസാനിലെ ചന്ദ്രികയോ റംസാനിലെ ചന്ദ്രികയോ സാധാരണ ഗാദ്ര രജനീഗന്ധിയോ ആദ്യത്തെ നോട്ടും രണ്ടാമത്തെ നോട്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. രണ്ടുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി മഗസ സഗ മഗസ സഗ അറബി പെൺകൊടി അഴകിൻ പൂമ്പൊടി. സെയിം നോട്ട് തന്നെ വായിച്ചാൽ മതി. മഗസ സഗ ആരു നീ സസഗ ആരു നീ ഗമ ആരു നീ സനി സനി പമ ഗമ പമ ഗമ പമ ഗമ അപ്പം ഇത് മൂന്നും കൂടെ നമുക്ക് നോക്കാം. ആരു നീ ആരു നീ ആരു നീ ആരു നീ റംസാ പനിഫ
ഗഗഗ റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബിപ്പെൺകൊടി അഴകിൻ പൂമ്പൊടി ആരു നീ ആരു നീ ആരു നീ റംസാൻ. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന നല്ലൊരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളിത് പഠിക്കുക. ഇതിൻ്റെ അനുബന്ധവും നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക.